എന്തുകൊണ്ടാണ് കശ്മീരിനെ ഭൂമിയിലെ സ്വർഗമെന്ന് പറയുന്നതെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ വിന്ററിൽ കശ്മീരിലെത്തിയപ്പോഴാണ് എനിക്കും അത് മനസ്സിലായത്. യു ക്യാൻ വിറ്റ്നസ് ദ ട്രൂവസ്റ്റ് ബ്യൂട്ടി ഓഫ് കശ്മീർ ഇൻ ഈച്ച് ആൻഡ് എവറി ഫ്രെയിം. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്കും അതെന്നെ പോലെ റിയലൈസ് ചെയ്യാനാവും. ദുനിയാവിൻ്റെ ഏതൊരു കോണിലുള്ള ആളാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും വൺസ് ഇൻ എ ലൈഫ് ടൈം നിങ്ങൾ എവിടെ ജീവിച്ചിരിക്കണം. ആൻഡ് ഐ ആം ലിവിങ് ഇൻ ദ മൊമെൻറ്റ്. കം ബി എ പാർട്ട് ഓഫ് ദിസ് ഡ്രീം ആൻഡ് എക്സ്പ്ലോർ ദിസ് പാരഡൈസ് ടുഗെദർ. ഹായ് എവ്രി വൺ, ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണെന്നല്ലേ, നമ്മൾ ഇത്രയും നാളും കശ്മീരിനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തു. കശ്മീർ അങ്ങനെയായിരിക്കും, കശ്മീർ ഇങ്ങനെയായിരിക്കും, കശ്മീർ ആ സീസണിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കശ്മീർ കോണ്ടന്റ്. ആൻഡ് ഫൈനലി വി ആർ ഗോയിങ് ടു കശ്മീർ. ഫാൻറ്റാസ്റ്റിക് ട്രാവൽ പ്ലാൻ്റെ 5-day 4-night പാക്കേജ് എടുത്ത് ഞാനും ഗ്രൂവും കൂടെ കശ്മീരിലേക്ക് പോവാണ്. ആൻഡ് ഐ എം വെരി വെരി എക്സൈറ്റഡ് ബിക്കോസ് നമ്മൾ ഈ വിൻ്റർ സീസണിലാണ് കശ്മീരിലേക്ക് പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ മഞ്ഞ് കാണാൻ പോവാണ്. സോ ഐ എം എക്സ്ട്രീംലി എക്സൈറ്റഡ്. ഈ ഒരു ഹോൾ ജേർണി, ഈ ഒരു ഹോൾ എക്സ്പീരിയൻസ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കവർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വ്ളോഗ്സ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ കം ജോയിൻ വിത്ത് മീ ഫോർ ദിസ് ഫാൻറ്റാസ്റ്റിക് ട്രിപ്പ് ടു കശ്മീർ. നമ്മൾ മോസ്റ്റ് അവൈറ്റഡ് കശ്മീർ ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ദിസ് ഇസ് ദ ഡേ 1 ഓഫ് കശ്മീർ ട്രിപ്പ്. സോ എല്ലാവരും പതുക്കെ ഉറങ്ങിയൊക്കെ തുടങ്ങി. ഞാനും ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. നാളെ രാവിലെ കൂടുതൽ വിശേഷങ്ങളുമായപ്പോൾ വീണ്ടും വരാം. സോ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. നമ്മൾ രാജധാനിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ബുക്ക് ചെയ്യുന്ന ഓപ്ഷനാണ് എടുത്തത്. ആൻഡ് ഇത് വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോ എന്തൊക്കെ ഐറ്റംസ് ഇതിലുണ്ടെന്ന് നമുക്ക് നോക്കാം. ബ്രെഡുണ്ട്, ബട്ടറുണ്ട്, കട്ട്ലറ്റ് ആണ് കേട്ടോ, ഒരു മാംഗോ ഡ്രിങ്ക്, ഒരു ജ്യൂസ് ഉണ്ട്, ചായ ഞാൻ ഓൾറെഡി ഇച്ചിരി പാൽപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ അത് ചൂട് പോകുന്നതിന് മുന്നേ അങ്ങനെ അങ്ങ് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. ഓരോ യാത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത് നമ്മൾ ആ യാത്രയിൽ ഈറ്റ് ചെയ്യുന്ന ആൾക്കാരും അവരുടെ കഥകളും കൂടിയാണ്, അല്ലേ? സോ ലഞ്ച് ടൈമായി. നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ സെർവ് ചെയ്തിരിക്കുന്ന ഡിഷസ് എന്ന് നോക്കാം. റൈസ് ഉണ്ട്, ദാൽ കറി ഉണ്ട്, പനീർ കറി ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് പൊട്ടറ്റോ കൊണ്ട് ആലു കൊണ്ട് എന്തോ ഒരു സബ്ജി സംതിങ് ആണ്, കേർഡുണ്ട്, പിന്നെ അച്ചാറുണ്ട്. ഞാൻ കുറച്ചുകൂടെയും എക്സ്പെക്റ്റ് ചെയ്തു നമ്മൾ രാജധാനിയിൽ ഡൽഹി വരെ പോവാന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല റിവ്യൂസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇന്നലെ രാത്രി കയറിയപ്പോൾ മുതൽ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും അവരുടെ ഒരു എന്താ പറയുക, ഒരു ഇത്തിരി അൺപ്രൊഫഷണൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ രാവിലെ നമ്മളൊരു 5:30-6 മണിക്ക് എണീറ്റ് ചായ മേടിച്ചാൽ നമുക്ക് ചായ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ചായ മോർണിംഗ് ടീ നമ്മൾ അത് മിസ് ഔട്ട് ആയി പോകും. ഈവൻ ദോ ഇവർ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഇവർ ചാർജ് ചെയ്യുന്നത്. സ്റ്റിൽ നമ്മളത് രാവിലെ എണീറ്റ് 5:30 എണീറ്റ് അത് നമ്മൾ മേടിച്ചില്ലെങ്കിൽ ആ ചായ പോകും.
പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എന്താ പറയുന്നത്, ഇറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ ആണെങ്കിലും ഒക്കെ യുനോ ബുദ്ധിമുട്ടാണ്. സോ ഐ എക്സ്പെക്റ്റഡ് എ ലിറ്റിൽ ബിറ്റ് മോർ. ആക്ച്വലി 5,000 റുപ്പീസിനടുത്താണ് ടിക്കറ്റ് ഫെയർ വരുന്നത്, ഈ ഫുഡും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റിയോ ടേസ്റ്റോ ഒന്നുമില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് ഓഫർ ചെയ്യുന്ന സർവീസ് ആണെങ്കിലും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ അപ് ടു ദ മാർക്ക്. കുറച്ചുകൂടെ എന്താണ് കാശ് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഫ്ലൈറ്റിൽ പോയിട്ട് വരാം. പിന്നെ ഐ വാണ്ടഡ് ടു എക്സ്പീരിയൻസ് എ ട്രെയിൻ ജേർണി. ഇതെങ്ങനെ ആയിരിക്കും എന്ന കാര്യം രാജധാനിനെ പറ്റി കുറേ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്തവണ ഐ എം ഡിസപ്പോയിൻറ്റഡ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എനിക്ക് അടുത്തറിയാവുന്ന ആർക്കും ഞാൻ രാജധാനിയിൽ ട്രാവൽ ചെയ്യണമെന്ന് ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. ടോയ്ലറ്റ് ആണെങ്കിലും അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ച് എന്താ പറയുക, നമ്മുടെ ഹൈജീനൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. സോ ഈ ഒരു 5,000 രൂപയ്ക്ക് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ വർത്ത് ഇറ്റ്. ഇനി ഞാൻ മാത്രം ഇത് എക്സ്പീരിയൻസ് ചെയ്തതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ എന്താണോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് അത് ജെന്യുവനായിട്ട് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. ഈ ട്രെയിൻ ജേർണി ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എൻ്റെ ക്യാബിൻ ഉണ്ടല്ലോ, നല്ല രസമായിരുന്നു. ഈ ആൾക്കാരൊക്കെ ആയിട്ട് കുറേ പാട്ടൊക്കെ പാടി ഗെയിംസ് ഒക്കെ കളിച്ച് അങ്ങനെ സമയം പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. फोटो नहीं चलेगा, हमारा पैसा बर्बाद. अब वीडियो चाहिए हमको. वीडियो नहीं. ओके सर, we'll blur your face. गुलाबी आंखें जो तेरी देखी, शराबी दिल ये हो गया. संभालो मुझको ओ मेरे यारो, संभलना मुश्किल हो गया. दिल में मेरे तस्वीरों जैसे हैं दीवार पे, उठता दुआ तो कैसे छुपाए. मन मस्त मगन बस तेरा नाम दोहराए. मन मस्त मगन बस तेरा नाम दोहराए. चाहे भी तो भूल न पाए. मन मस्त मगन बस तेरा नाम दोहराए. ओढ़ की धारी रीत की चादर, आया तेरे शहर में राजा तेरा. दुनिया समाना जूता फसाना, जिन मरने का वादा साझा मेरा. हाँ शीश में हरना मुझको सुहाए. ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ കശ്മീർ ട്രിപ്പിൻ്റെ ട്രെയിൻ ജേർണിയുടെ 3rd ഡേയിലാണുള്ളത്. മധ്യപ്രദേശും ഗുജറാത്തും ഇപ്പോൾ നമ്മൾ രാജസ്ഥാനാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. അപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ കുറേ എന്താ പറയുക ഭംഗിയുള്ള കടുക് പാടങ്ങളൊക്കെ, അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു ആ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത്. വേറെ രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അകത്തെ കോച്ചിനേക്കാളും നല്ല തണുപ്പാണ് പുറത്ത്. ചാറ്റൽ മഴയും ഭയങ്കര മൂടൽമഞ്ഞും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂറിൽ 2-2.5 മണിക്കൂറിൽ നമ്മൾ ഡൽഹി എത്തുകയാണ്. സോ വി ആർ അബൌട്ട് ടു വൈൻഡ് അപ്പ് ദ ജേർണി. ഈ ഹോൾ ട്രെയിനിൽ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡൽഹി എത്തിയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഐ വിൽ സീ യു സൂൺ. ബൈ. നമ്മൾ ഇപ്പോൾ ഡൽഹി എത്തിയതേ ഉള്ളൂ. വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷൻ. നമ്മൾ ട്രെയിനിൽ നിന്ന് എയർ ക്വാളിറ്റി നോക്കിയപ്പോൾ ഭയങ്കര പുവറായിട്ടാണ് കാണിച്ചത്. ഇറ്റ് വാസ് 178 സംതിങ്. അപ്പോൾ മാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്, N95 മാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് മാസ്ക് ഊരിയതാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ക്യാബ് ഹോട്ടലിലേക്ക്. ആൻഡ് ഓൾസോ നമുക്ക് ഓൺ ദ വേ ക്യാബിൽ ഡൽഹിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടുകൊണ്ട് അങ്ങനെ ഹോട്ടലിലേക്ക് പോകാം. ഓ
സോ നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്യാബിൽ കയറിയിരിക്കുകയാണ്. സന്തോഷ് ഭായ് ആണ് നമ്മുടെ എന്താണ് കാർ ഓടിക്കുന്നത്, സാരഥി. സോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അശോക് കൺട്രി റിസോർട്ടാണ്. ആൻഡ് ഇവിടെ നിന്നൊരു 23 തൊട്ട് 25 കിലോമീറ്റർ വരെയാണ് കാണിക്കുന്നത്. ആൻഡ് അത് ഗുർഗാവ് എയർപോർട്ട് സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഐ ഹോപ്പ് ഇൻ 1 hour നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തുന്നു. സോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അശോക് കൺട്രി റിസോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഡൽഹിയിൽ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. ആൻഡ് ഇവിടുന്ന് നമ്മൾ ഫ്രഷപ്പ് ആയിട്ട് ഡൽഹി നമുക്ക് പറ്റുന്ന പോലെ കവർ ചെയ്യും. 2-3 ദിവസം റിപ്പബ്ലിക് ഡേ ഒക്കെ വരുന്നതുകൊണ്ട് ഇവിടെ അതിൻ്റെ കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. സോ അതിൻ്റെ ഭാഗമായിട്ട് മിക്ക സ്ഥലത്തും ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല ട്രാഫിക് ജാം ഉണ്ട്. അപ്പം നമുക്ക് പറ്റുന്ന പോലെ ഇന്ന് നമുക്ക് കുറച്ച് പോർഷൻസ് കവർ ചെയ്യാം. സോ നൗ ലെറ്റ്സ് ചെക്ക് ഇൻ to this property. This is Ashok Country Resort. Come. റൂമിൽ എത്തിയിരിക്കുകയാണ്. ദിസ് ഇസ് ദ റൂം നമ്പർ 219 ഓഫ് അശോക് കൺട്രി റിസോർട്ട്. കർട്ടൻ ഒന്ന് തുറന്നു നോക്കട്ടെ, നല്ല വ്യൂ ഒക്കെ ഉണ്ടോ നോക്കാം. ഓക്കെ, പ്രോപ്പർട്ടിയുടെ തന്നെ വ്യൂ ആണ് വരുന്നത്. നല്ല ഒരു ഇവിടെ കയറിയപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്. അലർജിക്കും കൂടെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു, മണമൊക്കെ ശ്രദ്ധിക്കും. Let's see the toilet also. Toilet is also very spacious. The toiletries ഒക്കെ ഉണ്ട്. And so there is a nice bathtub also here. ഇനി വേണോ ഒന്ന് എന്താ പറയുന്നത് നല്ല രീതിക്ക് ഒന്ന് ഫ്രഷപ്പ് ആവാനുണ്ട്. കാര്യം നമ്മൾ 1.5 ദിവസം ഒരു എന്താ പറയണേ ട്രെയിൻ ജേർണി അല്ലായിരുന്നോ. ഇനിയിപ്പോൾ ആ ക്ഷീണമൊക്കെ കഴുകി കളഞ്ഞ് ഇനി ഡൽഹി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങണം. സോ ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. സോ വി ആർ ഓൾ സെറ്റ് ടു എക്സ്പ്ലോർ ഡൽഹി. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ദാറ്റ് ഇസ് ഫൈൻ. കിട്ടുന്ന സമയം നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് ലെറ്റ്സ് എക്സ്പ്ലോർ ഡൽഹി ടുഡേ. സോ ലെറ്റ്സ് ബിഗിൻ. നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് വി ഹാവ് കം ടു സരോജിനി നഗർ മാർക്കറ്റ്. ഡൽഹിയിലെ സരോജിനി മാർക്കറ്റ് ഈസ് വെരി ഫേമസ്. നമ്മൾ ഡൽഹി പോയിട്ട് ഷോപ്പ് ചെയ്യുന്നെന്ന് ആര് പറഞ്ഞാലും സരോജിനിയുടെ പേര് അതിൽ ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ തൊട്ട് കർപ്പൂരം വരെ യു നെയിം ഇറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ് ഹിയർ. സോ നമുക്കപ്പോൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓരോരോ സ്റ്റോളായിട്ട് നമുക്ക് പറ്റുന്ന മാതിരി കവർ ചെയ്യാം. നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചെവിയിൽ കാറ്റ് കയറാതിരിക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ്. പിന്നെ പൊടി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. സോ എൻ്റെ ഡൽഹിയിലൊരു ഫ്രണ്ട് പറഞ്ഞാണ് നമ്മളിപ്പോൾ ഒരേ സാധനം സെല്ല് ചെയ്യുന്ന പല ഷോപ്പുകളുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ കാണുന്ന കടയിൽ നിന്ന് കയറി സാധനം വാങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റൗണ്ട് അടിച്ചിട്ട് എല്ലാ കടകളിലും വിലയൊക്കെ ചോദിച്ചിട്ട് നമ്മളുടെ മനസ്സിന് ഇണങ്ങിയ സാധനങ്ങളൊക്കെ വരുന്ന ആ പ്ലേസും റേറ്റും ഒക്കെ നോക്കിയാൽ കട നോട്ട് ചെയ്ത് വെക്കുക. ഇത് തിരിച്ചൊരു റൗണ്ട് അടിച്ചിട്ട് വരുമ്പോൾ ഇത് കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ള സംഗതി. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പതുക്കെ ഓരോ കട അങ്ങനെ കവർ ചെയ്ത് വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന്. ഞാൻ ഈ ഒരു സംഗതി ഈവിളയുടെ ഈ ഒരു സാധനം മേടിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ അവിടെ നോക്കി നടക്കുകയായിരുന്നു. ഈ കടയിൽ നിന്ന് മേടിച്ചു. അവരൊരു വിലയൊക്കെ പറഞ്ഞു. നമുക്ക് പറ്റുന്ന ബാർഗൈനിങ് സ്കില്ലൊക്കെ യൂസ് ചെയ്ത് കുറച്ച് രൂപയൊക്കെ കുറച്ച് മേടിച്ചു. ഇനിയിപ്പോൾ നാട്ടിൽ ഇതിനേക്കാളും വില കുറവാണെങ്കിൽ അമ്മ എന്നെ തല്ലിക്കൊല്ലും. But I felt, this to be very cute, so I bought. And ഈ വെതറിൽ this ginger tea is very nice. Like ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ആലോചിക്കുമായിരുന്നു ഭയങ്കര തണുപ്പ്
തലയിൽ കൂടെ മങ്കി ക്യാപ്പ് ഇടണോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരുമ്പോഴാണ് ചൂടായിട്ട് ജിഞ്ചർ ടീ കിട്ടിയത്. കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസമുണ്ട്. എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് ഡൽഹിയിൽ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയെ വെയിറ്റ് ചെയ്യുന്ന നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ചെറുതായിട്ട് ഷോപ്പൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് നിൽക്കാം. എൻ്റെ ഫ്രണ്ട് രസിക്കേനെ മീറ്റ് ചെയ്തു. രസിക്കയെ ഞാൻ ഒന്നിച്ച് പീച്ച് ചെയ്തതാ. ഷീസ് ഇൻ ഡൽഹി റൈറ്റ് നൗ. അപ്പോൾ പുള്ളിക്കാരിയും കൂടെ നമ്മുടെ കൂടെ ഷോപ്പിങ്ങിന് വരാമെന്ന് പറഞ്ഞത്. കാര്യം എൻ്റെ ബാർഗെയിനിങ് സ്കിൽസ് ഒന്നും പോരെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. സോ ഷീ ഈസ് ഹിയർ ടു ഹെൽപ്പ് അസ് ഔട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൈക്കൊന്ന് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരിക്ക്. നമുക്ക് നോക്കാം പുള്ളിക്കാരുടെ ബാർഗെയിനിങ് സ്കിൽസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നോട്. I mean, folks, don't judge me. This is like my first time to work. Let's see. തണുപ്പ് ഭയങ്കര ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പതുക്കെ മങ്കി ക്യാപ്പൊക്കെ വെക്കുകയാണ്. പുള്ളിക്കാരി പിന്നെ ഇവിടുത്തെ അറിയാണ്ട് ആൾക്ക് തണുപ്പൊന്നും അടിക്കുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വന്നിട്ട് ഭയങ്കര എന്താ പറയണേ, ലൈക്ക് അത്യാവശ്യം കട്ടിപ്പാട് അതുകൂടെ കൊണ്ടായിരിക്കും. എനിക്ക് നല്ല തണുത്ത് തുടങ്ങി. സോ പുള്ളിക്കാരി പറയുന്നത് നമ്മൾ സരോജിനി മാർക്കറ്റിൻ്റെ റോങ് സൈഡിലാണെന്നാണ് പറയുന്നത്. അത്യാവശ്യം എന്താ പറയുന്നത്, എക്സ്പെൻസീവ് സൈഡിലാണെന്ന് പറയുന്നു. പുള്ളിക്കാരി പറയുന്ന സൈഡിലോട്ട് നമുക്ക് പോവാം. നമ്മളിപ്പോൾ സരോജിനിന്ന് അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് വന്നിട്ടുണ്ട്. കാര്യം റസിക്കയെ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. റസിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് അബൌട്ട് ലൈക്ക് 10-15 ഇൻ ദ നൈറ്റ് നൗ. ആൻഡ് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചു. റസിക്ക വന്നത് വളരെ ഹെൽപ്ഫുള്ളായി. ഷീ ആക്ച്വലി ഹെൽപ്പ് ടു ഗെറ്റ് സം റിയലി ഗുഡ് സ്റ്റഫ് ഫോർ ഗുഡ് പ്രൈസ്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പതുക്കെ പിരിയാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. I was really excited to meet you. Thank you so much for, joining us. So really nice being so spontaneous in my own city, and two girls are surviving on Delhi streets at 10? Yeah. രസികയുടെ വരവ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. വളരെ കുറച്ച് സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തുള്ളൂ. ബട്ട് ഐ thoroughly enjoyed that time. അപ്പൊ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ അടുത്തെന്ന് പറയുമ്പോൾ ഏകദേശം 6 കിലോമീറ്റർ മാറിയാട്ടോ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ്. വി ആർ ഇൻ ഗുർഗാവൺ. സോ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പായി കേട്ടോ. എനിക്ക് ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക. ആൻഡ് നമ്മളെ ബട്ടർ നാനും പിന്നെ അഫ്ഗാനി ചിക്കനും ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ തന്നിരിക്കുന്ന പ്ലേറ്റ് ഉണ്ടോ, ഇവിടുത്തെ സെർവിങ് പ്ലേറ്റ് ചെറുതാണ്. ബട്ട് ലെറ്റ് മീ സീ ഹൗ ഇറ്റ് ഈസ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഗ്രേവി നോക്കാം. നല്ലതാണ്. ഇസ് ക്രീമി ആൻഡ് നാൻ ഇസ് വെരി ഹോട്ട്. ഞാൻ്റെ വലിയ കട്ടിയൊന്നുമില്ല. നല്ല രസമുണ്ട് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടി ഹെക്റ്റിക് ആയിരിക്കുന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷെ ഭയങ്കര സമാധാനമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിയിൽ ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാളെ നമ്മൾ വേറെയും കുറച്ച് പ്ലേസസ് കവർ ചെയ്യണം എന്ന് വിചാരിച്ചിരിപ്പുണ്ട്. പക്ഷേ റിപ്പബ്ലിക് ഡേയുടെ കാര്യങ്ങളും വേറെ എൻ്റെ പരേഡും അങ്ങനെ ഇങ്ങനെ പ്രാക്ടീസൊക്കെ നടക്കുന്ന കാരണം നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഷൂട്ട് ചെയ്യാനും കവർ ചെയ്യാനും ഒക്കെ. പക്ഷെ വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. അപ്പോൾ നാളെ രാവിലെ എണീറ്റിട്ട് നമ്മൾ ലൈക്ക് വി ആർ ഇൻ ടു പ്രോപ്പർ ഡൽഹി എക്സ്പ്ലോറേഷൻ. പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം. നാളെ രാവിലെ എണീക്കേണ്ടതാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്.
Good morning everyone. നമ്മൾ ഡൽഹി എക്സ്പ്ലോറേഷന് സെക്കൻഡ് ഡേയിലാണ് ഇപ്പോൾ ആൻഡ് വി ആർ ഇൻ ദ പ്രോപ്പർട്ടി അശോക് കൺട്രി റിസോർട്ട്. നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യണത്. രാവിലെ ഒരു 8-8:30 മണിയായി ആൻഡ് ഇവർ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. എനിക്ക് നല്ല വിശപ്പുണ്ട്. സോ നമുക്ക് എന്തൊക്കെ ഡിഷസ് ആണുള്ളതെന്ന് നോക്കാം. കം വിത്ത് മീ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഡൽഹി സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഡൽഹിയിൽ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ആൻഡ് കുത്തബ് മിനാർ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1.25 മണിക്കൂർ ജേർണി ഉണ്ടായിരുന്നു. ട്രാഫിക് ഒക്കെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കുത്തബ് മിനാർ എത്തി ആൻഡ് നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ടോക്കൺ കിട്ടും ആൻഡ് ലെറ്റ്സ് എക്സ്പ്ലോർ കുത്തബ് മിനാർ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കുത്തബ് മിനാർ. And Qutb Minar is famous for its Islamic architecture and intricate carvings. Beautiful ആയിട്ടുള്ള ഗാർഡൻ സ്പേസുകളും കുത്തബ് മിനാറിലുണ്ട്. ആൻഡ് ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സൈറ്റ്സ് എന്ന് പറയുന്നത് കുത്തബ് മിനാറിൻ്റെ മേളിൽ കൂടെ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റുകൾ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ പിന്നെ പോയത് ഡൽഹിയുടെ സ്വന്തം ജമാ മസ്ജിദിലേക്കാണ്. ഐ ഹാഡ് ആൻ എക്സ്ട്രീംലി സ്പിരിച്വൽ ഈവനിങ് അറ്റ് ജമാ മസ്ജിദ്. ഡൽഹിയുടെ ഒരു ആത്മാവിൻ്റെ അംശം നമുക്ക് ജമാ മസ്ജിദിൽ കാണാൻ സാധിക്കും. ഡൽഹി ഈസ് ഓൾസോ ഫേമസ് ഫോർ ഇറ്റ്സ് ഫുഡ് സ്ട്രീറ്റ്. അപ്പോൾ ഡൽഹിയിൽ നമുക്ക് കുറച്ച് സമയം ഇനിയുള്ളൂ. കിട്ടുന്ന സമയം നമുക്ക് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് ജമ്മുവിലേക്കുള്ള വണ്ടി പിടിക്കും. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു വരുമ്പോൾ നല്ല തിരക്ക്. ഇപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് പുറകിൽ കിടന്ന ബാഗ് എടുത്ത് ഫ്രണ്ടിലിട്ടു. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ട്രീറ്റിൽ ഒരു സ്ട്രീറ്റ് ഫുഡ് വെണ്ടറിൻ്റെ അടുത്താണ് നിൽക്കണേ. ഇത് നാൻകട്ടയാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാവേ. ഞാനേ നമ്മുടെ നാട്ടിൽ പാക്കറ്റിൽ നാൻകട്ട കഴിച്ചിട്ടുള്ളൂ. ചൂടോടെ ഞാൻ നാൻകട്ട കഴിച്ചിട്ടേ ഇല്ല. ശരിക്കും നമ്മളിങ്ങനെ എന്താണ് ഈ ബിസ്ക്കറ്റും കുക്കിയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല എല്ലാം ചൂടോടെ, അതുപോലെ ഉണ്ട്. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഞാൻ അടുത്തതും മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടോ, പല സൈസിലുള്ള പല ഷേപ്പിലുള്ള മുത്തുകളുണ്ട് കേട്ടോ. ഇതെല്ലാം ഓരോ സ്ട്രിങ്ങിന് 20 രൂപ വെച്ച് തന്നെ ആള് പറയണേ. റീസണബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. സോ ഇവിടെ കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചാലും കൂടുതൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നമ്മൾ ഡൽഹിയോട് ബൈ ബൈ പറയാനായിട്ട് നേരം വന്നിരിക്കുകയാണ്. ആൻഡ് റിപ്പബ്ലിക് ഡേയുടെ ഒരുക്കങ്ങൾ നടക്കുന്ന കാരണം റെഡ് ഫോർട്ടും ഇന്ത്യ ഗേറ്റും ഒക്കെ കവർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. സോ അൺഫോർച്യുനേറ്റ്ലി we had to skip a lot of places because of that. ആൻഡ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കശ്മീരാണ്. ആൻഡ് ജമ്മുവിലേക്കുള്ള ബസ് നമുക്ക് ഇന്ന് രാത്രി 9:40 അപ്പോൾ ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ ജേർണി ഉണ്ട് നമ്മുടെ പിക്കപ്പ് സ്റ്റേഷനിലേക്ക്. സോ എത്രയും പെട്ടെന്ന് ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫ്രം ഹിയർ ആൻഡ് ഗോ ടു അവർ പിക്കപ്പ് സ്റ്റേഷൻ. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ, ദില്ലി മേരി ജാൻ.